ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് ടു വീഡിയോ ജനറേറ്റിംഗ് AI ടൂളാണ്. അതും തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു AI ടൂളുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 വെബ്സൈറ്റാണ് നമ്മളിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ 2 വെബ്സൈറ്റും ടോട്ടലി ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്തൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ക്രെഡിറ്റ് സ്കോറുകൾ തരും. ആ സ്കോറുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരുടെ ലോഗോസ്, വാട്ടർ മാർക്സ് അടിയിലുണ്ടാവും. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം വേണമെങ്കിൽ, ഇൻ കേസ് പ്രീമിയം വേണമെങ്കിൽ ഇതിനകത്ത് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പ്രീമിയം എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ്, ഇതിനകത്തുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് സംസാരിക്കാതെ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റാണ് കിങ് എ. ഓക്കെ, ഓക്കെ, ക്ലിക്ക് ചെയ്യണം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലോഗോ ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് പേര് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സ്റ്റിൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് തന്നെയാണ്. കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ AI അതിന് വീഡിയോ ആക്കിയിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, AI ടൂളുകളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിനകത്ത് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. മറ്റുള്ളവർ ചെയ്ത് വെച്ച വീഡിയോസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു AI ടൂളിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല ബ്രാൻഡുകളും AI വീഡിയോസ് യൂസ് ചെയ്തിട്ട് ആഡുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെപ്സി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് പ്യുവറായിട്ട് AI ടൂളുകൾ മാത്രം യൂസ് ചെയ്തിട്ട് ആഡുകൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. വീഡിയോ എന്ന് പറഞ്ഞ് ഉള്ള ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് ഫോട്ടോ യൂസ് ചെയ്തിട്ടും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ ഒരു സാധനമൊക്കെ നിങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്താൽ നമ്മൾ മോഹൻലാലിനെ യൂസ് ചെയ്തിട്ട് ഇതേപോലത്തെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ മമ്മൂട്ടിനെ യൂസ് ചെയ്തിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഞാൻ ഈ ഒരു വെബ്സൈറ്റിനകത്താണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഇവിടെ ടെക്സ്റ്റ് വീഡിയോ ഉണ്ട്. അതായത് നിങ്ങളൊരു പുതിയ വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ല, എനിക്ക് ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട്, അതിനെ ഒന്ന് ജനറേറ്റ് ചെയ്ത് തന്നാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ടെക്സ്റ്റ് AI ഉണ്ട്. അതാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് അടിച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ അതിൻ്റെ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്. പ്രൊഫഷണൽ ആവുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രീമിയം എടുക്കേണ്ടി വരും. റേഷ്യോ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 9:2 ആണെങ്കിൽ 9:16, അതായത് നിങ്ങൾ റീൽസ് പോലുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഷ്യോ സെലക്ട് ചെയ്യാം. പിന്നെ ക്യാമറ മൂവ്മെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടൊവിനോൻ്റെ ഒരു മസിൽ ബിൽഡുള്ളൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയാണ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ട പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് പ്രോംപ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഓൾറെഡി കുറച്ച് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കിച്ചിരിക്കുക. ഒഴിവാക്കാനും ഓക്കെ, ഒഴിവാക്കണം. ഞാൻ പ്രത്യേകിച്ച് പ്രോംപ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ റൺ എന്ന് കൊടുക്കുകയാണ്. റൺ ഓഡിയോ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് റൺ കൊടുക്കുകയാണ്. പിന്നെ ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ അത് അപ്ഗ്രേഡ് ചെയ്താലേ കാണിക്കത്തുള്ളൂ കേട്ടോ. അപ്ഗ്രേഡ് ചെയ്താലേ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ, ടൈമിംഗ് എത്ര വേണം, 10 സെക്കൻഡോ 5 സെക്കൻഡോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഇവിടെ ജനറേറ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. കുറച്ച് സമയം എടുക്കും കേട്ടോ. 2 മണിക്കൂർ കാണിക്കുന്നുണ്ടോ. അതേപോലെ ഒരുപാട് സമയം കാണിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു സാധനം ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് സമയം എടുക്കും ജനറേഷൻ ആവാൻ വേണ്ടിയിട്ട്. മുന്നേ ഞാൻ കൊടുത്തൊരു റണ്ണ് പറഞ്ഞ പ്രോംപ്റ്റാണ്, പക്ഷേ ഇതിൽ റണ്ണൊന്നും കാണിക്കില്ല. അപ്പോൾ മുന്നേ ഞാൻ കൊടുത്തൊരു പ്രോംപ്റ്റിനനുസരിച്ചുള്ളൊരു വീഡിയോ ആണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ്. ഇതും
അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ വീഡിയോസ് അവർ ചെയ്ത് ചെയ്യുന്നുണ്ടല്ലേ, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഫ്ലിങ് എഐനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തും ഇതേപോലെ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ 1100 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. ആ കോയിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും ഇതേപോലെ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് കളിക്കുമ്പോൾ ഇമേജ് ടു വീഡിയോ, ടെക്സ്റ്റ് ടു വീഡിയോ, അതായത് ടെക്സ്റ്റ് ടു വീഡിയോ പറഞ്ഞാൽ ടെക്സ്റ്റ് യൂസ് ചെയ്ത വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നേരത്തെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് റൺ എന്ന പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ജനറേറ്റിംഗ് പൊതുവെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പീഡിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പേര് ഇതേപോലത്തെ വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഈ വീഡിയോസൊക്കെ എല്ലാം ജനറേറ്റ് ചെയ്ത് വരാൻ. ഇനി അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ AI ടൂൾ കൂടുതലായിട്ട് എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.